ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഷിജിലീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. ഇത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കണം. ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. പാൻ ചെറുതായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം വെളിച്ചെണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചേർത്ത പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൊലി കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് ക്രിസ്പായി വരുന്നവരെ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. ഇപ്പം മുട്ടയുടെ പുറംഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് എണ്ണയിൽ കിടന്നിട്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് എടുത്ത് തുടങ്ങാം. മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് 1-2 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകമില്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുമ്പോൾ നമ്മുടെ ഈ മസാലയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇപ്പോൾ ജീരകമൊക്കെ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് പൊട്ടിത്തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഞാൻ ഇത് 4ഉം കൂടെ ഒരു ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. തീരെ പൊടിയായിട്ട് തന്നെയാണ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. ഞാനൊരു മീഡിയം സൈസുള്ള 2 സവോളയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയാണ് എടുത്തിരുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സവോളയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. കാരണം എന്താ വെച്ചാൽ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ സവോളയും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പ്രത്യേക ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉലുവയില ഉണങ്ങി പൊടിച്ചതില്ലേ, കസ്തൂരി മേത്തി, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും കറിക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. എന്നിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. വെള്ളമൊന്നും ഇല്ലാതെ അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കറിയിലേക്ക് അധികം ഗ്രേവി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. നമ്മൾ സാധാരണ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഈ ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെയും ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് അത് നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ എന്നാലും ഇച്ചിരി ഗ്രേവി ഉള്ളതായിരിക്കും കൂടുതൽ പേർക്ക് ഇഷ്ടം. പക്ഷെ അങ്ങനെ ഗ്രേവിയിൽ ഉണ്ടാക്കുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ വെള്ളം പോലെ ആയിരിക്കും ഗ്രേവി ഉണ്ടാവുക. അതങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ഹോട്ടലിലൊക്കെ അവരൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഒന്നെങ്കിൽ കോൺഫ്ലവർ കലക്കി ചേർക്കുകയാണ് ചെയ്യുക. നമുക്ക് അതിന് പകരമായിട്ട് കാഷ്യൂനട്ട് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് പേസ്റ്റ് അല്ല, കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തത്. മിക്സിയിൽ ഒരു 10-12 കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേവി ഒരിക്കലും ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കില്ല, നല്ലപോലെ തിക്കായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും. അത്യാവശ്യം നല്ലപോലെ ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും, എന്നാൽ നല്ല തിക്ക് ഗ്രേവി ആയിരിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് എണ്ണയും ഇതൊക്കെ ഉണ്ടാവില്ല, മുളകിൻ്റെ ഗ്രേവിയൊക്കെ ഉണ്ടാവില്ല, അതുൾപ്പെടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം 1-2 മിനിറ്റും കൂടെ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞതോ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് മറക്കരുത്. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.